ആ ബീസ്റ്റിലേക്ക് എത്തിപ്പെട്ട കഥ എങ്ങനെ? അതായത് കൊറോണ സമയത്ത് നമുക്ക് ആർക്കും ഒരു പണിയില്ല. അപ്പൊ ഒരു പോയിന്റ് വരെ ഞാൻ ഇങ്ങനെയായിരുന്നു, ലാലേട്ടനും മമ്മൂക്കയും വരെ ഇപ്പൊ വീട്ടിലിരിക്കുകയായിരിക്കും, നമ്മളെന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതെന്നൊക്കെ ആലോചിച്ചായിരുന്നു നമ്മൾ സമാധാനിച്ചോണ്ടിരുന്നത്. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പം എനിക്ക് ആക്ച്വലി ഒരു പടം വന്നായിരുന്നു, ഞാനും സണ്ണിച്ചനും കൂടെ ചെയ്യേണ്ട ഒരു പടമായിരുന്നു. അതിന്റെ ഷൂട്ടിന്റെ തലേ ദിവസം എനിക്ക് കോവിഡ് പോസിറ്റീവായി. അപ്പൊ കോവിഡ് പോസിറ്റീവ് ആയപ്പോ ഇവര് പറഞ്ഞു വണ്ടി വിളിച്ചു തരാം, നേരെ തിരിച്ച് ഫ്ലാറ്റിലേക്ക് വിട്ടോ, വീട്ടിലേക്ക് വിട്ടോ, ആരും അറിയണ്ട, നേരെ പോയിക്കോ എന്നുള്ള രീതിയിൽ. അന്ന് കോവിഡ് ആണെങ്കിൽ ക്വാറന്റൈൻ ചെയ്യും, ഫ്ലാറ്റിലാണെങ്കിൽ ഫ്ലാറ്റിന്റെ ഡോറിൽ ഇങ്ങനെ ഒട്ടിക്കും മറ്റേ കോവിഡ് പോസിറ്റീവ് ആണ് എന്നുള്ളത്. അപ്പൊ ആരും ആ വഴി വരില്ല, വലിയൊരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഒക്കെ വെക്കും, നമ്മൾ അതിനകത്ത് തന്നെ പുറത്തിറങ്ങാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം എത്രയോ ദിവസം 14 ദിവസം എങ്ങാനും ക്വാറന്റൈൻ. അപ്പൊ ഒരു പടം പോവും, ആശിച്ചു ഒരു പടം കിട്ടിയിട്ട് അത് പോവുകയും ചെയ്തു. 14 ദിവസം വീട്ടിനകത്തിരിക്കുക, അങ്ങനെ ടെസ്റ്റൊക്കെ അടിച്ച് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട, ഇനി പടത്തിനെ കുറിച്ച് ചിന്തിക്കണ്ട എന്ന് വിചാരിച്ച് ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ക്വാറന്റൈനൊക്കെ കഴിഞ്ഞു. ക്വാറന്റൈനൊക്കെ ഇരുന്ന് അല്ല ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, ഇവൻ സസൂക്ഷ്മെല്ലാം കേൾക്കുന്നുണ്ട്, ഞാൻ ഭയങ്കര ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ കേട്ടില്ലെങ്കിൽ എന്നോട് ആരോ പറഞ്ഞു നല്ലൊരു നടനാവണമെങ്കിൽ ഒബ്സർവേഷൻ വേണം. ഞാൻ അന്ന് മുതൽ ഭയങ്കര ഒബ്സർവ് ചെയ്യും. അത് ഭയങ്കര പ്രശ്നം എന്റെ കുടുംബ ജീവിതത്തിൽ. വീട്ടിൽ വേണ്ട, അത് വീട്ടിൽ വേണ്ട, സോഷ്യൽ ഒന്നുമില്ല. എന്നിട്ട് ആ ഹോട്ടലിൽ പോയി ഇങ്ങനെ ഇരിക്കുമ്പോ ആ സമയത്ത് എനിക്ക് വരുന്ന കോൾ ഒന്നില്ലെങ്കിൽ വീട്ടുകാരുടെ, ഇല്ലെങ്കിൽ കമ്പനി പ്രൊമോഷൻ കോൾസ് മാത്രമായിരുന്നു. അപ്പൊ ഇതുപോലെ ഒരു റാൻഡം നമ്പറിൽ നിന്ന് കോൾ വന്നപ്പോൾ ഞാൻ എന്തോ സാധാരണ ഞാൻ അത് ആ സമയത്ത് കുറെ ഇങ്ങനത്തെ റാൻഡം നമ്പേഴ്സ് എടുക്കുന്നില്ല, ബിക്കോസ് മെയിൻലി ഇത് തന്നെ ആയിരിക്കും, മാം എയർടെല്ലിൽ നിന്നാണ്, അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരിക്കും, ബാങ്കിൽ നിന്നാണ്, സമയം ഉണ്ടാവും, അങ്ങനത്തെ ഒക്കെ ആയിരിക്കും. അപ്പൊ ഞാനത് എടുക്കാറില്ല. അപ്പൊ അന്ന് എന്തോ ഞാൻ എടുത്തപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെ ചെന്നൈയിൽ നിന്നാണ് വിളിക്കുന്നത്, നെൽസൺ എന്ന് പറഞ്ഞ ഡയറക്ടറിൻ്റെ കോ ഡയറക്ടറാണ്, അപ്പം ഭാർഗവി എന്നാണ് പേര്, ഇങ്ങനെ നെക്സ്റ്റ് സാറിൻ്റെ പടം വിജയിൻ്റെ കൂടെയാണ്, അപ്പോൾ അതിലൊരു ക്യാരക്ടർ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഓക്കെ ആണോ, ഓക്കെ ആണെങ്കിൽ ഞാൻ കുറച്ച് ഫോട്ടോസ് അയക്കും. അപ്പം ഞാനിങ്ങനെ വിജയ് ഏത് വിജയ് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ലല്ലോ, പടം ഒന്നും വേണ്ട വരില്ല എന്ന് വിചാരിച്ച് ഫുഡ് കഴിച്ചോണ്ടിരിക്കും, വിളിച്ചിട്ട് പറയാം വിജയുടെ പടമാണ്. ആക്ച്വലി നമ്മൾ അതിന്റെ ജെന്യൂനിറ്റി ശരിക്കും ഉണ്ടല്ലോ, ശംഭു വിളിച്ചതാന്ന് വിചാരിക്കുള്ളൂ, ആദ്യം ശംഭു. അത് തന്നെ. എന്നിട്ട് ഞാൻ ചോദിച്ചു വിജയ് എന്ന് പറഞ്ഞപ്പോ ആമാ തളപതി വിജയ്, അപ്പൊ നീங்க ഇൻട്രസ്റ്റഡ്നാ കൊഞ്ചം ഫോട്ടോസ് അനുപ്പുങ്ക. അപ്പൊ ഞാൻ പറഞ്ഞു ഐ എം ഇൻട്രസ്റ്റഡ്, ഒബ്വിയസ്ലി ഇസ് ദാറ്റ് എ ക്വസ്റ്റ്യൻ. എന്നിട്ട് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഫോട്ടോസ് അയച്ചിട്ട്, പിന്നെ എന്തിപ്പം ഫോട്ടോസ് അയക്കി, ഇതൊക്കെ അതും നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ലല്ലോ. ഫോട്ടോസ് അയച്ചു, ഇനി കിട്ടും എന്നുള്ളതൊന്നും. പിന്നെ എനിക്ക് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചിട്ട് ക്യാൻ യു കം ടു ചെന്നൈ, ഡയറക്ടർ വാണ്ട്സ് ടു മീറ്റ് യു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ചെന്നൈ പോയി. അപ്പോഴും നെൽസൺ സാറിനെ, അത് ഭയങ്കര രസമായിരുന്നു. നെൽസൺ സാറിനെ പോയി ഇതുപോലെ, പുള്ളി ഓഡീഷൻ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അങ്ങനെ ഓഡീഷനിങ് ഇല്ല, പുള്ളി ബേസിക്കലി ഒരാളെ ഇരുത്തി സംസാരിച്ച് ഇസ് ഇറ്റ് പോസിബിൾ അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കിപ്പിക്കലാണ് പുള്ളിയുടെ ഓഡീഷൻ രീതിന്ന് തോന്നുന്നു. അപ്പം ഞാനിങ്ങനെ പുള്ളി ഇരുന്ന് തമിഴിൽ കുറേ നേരം സംസാരിച്ചു. അത് കഴിഞ്ഞിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ സാറിനോട് പറഞ്ഞു, അപ്പോൾ സാർ എന്നെ അല്ലേ കാസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു என்னம்மா கொஞ்சம் எனക്കത് ഡിസൈഡ് പண்றதுக்கு கொஞ்சம் ടൈം വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നിട്ട് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇല്ല നമ്മൾ കുറച്ച് ഒരു എന്താ IAS ഒക്കെ പഠിച്ച കുറച്ചൊരു റഫ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരാളെയാണ് നോക്കുന്നത്, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, കുറച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്, പറഞ്ഞ അങ്ങനത്തെ ഒരു ഫേസ് അല്ല എന്ന് പറഞ്ഞപ്പോൾ, എന്നിട്ട് അതിൻ്റെ ഇടയിൽ എന്തോ പറഞ്ഞു, പൂജ ഹെഗ്ഡേക്ക് എന്തോ ഒരു സ്ഥലത്ത് ഒരു കുശുമ്പാവുന്നുണ്ട് അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പോൾ ഞാൻ സാർ ഇങ്ങനെ റഫായിട്ടുള്ള പെണ്ണുങ്ങളോടൊക്കെ പൂജ ഹെഗ്ഡേക്ക് എന്തിനാണ് കുശുമ്പാവുന്നത്, കുറച്ച് ക്യൂട്ടൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ നിൽക്കുന്ന പിള്ളേരോടല്ലേ പൂജ ഹെഗ്ഡേക്ക് കുശുമ്പാവുന്നത്. என்னம்மா இது இந்த மாதிரி இதுவரைக்கும் யாரும் பேசினதே கிடையாது. അത് ഞാൻ പറഞ്ഞു സാർ അഥവാ ഓഡിഷൻ അല്ല, അഥവാ ഞാൻ ഇന്നാണെങ്കിലും ഔട്ടാണെങ്കിലും 2 days പറയണം, എന്തായാലും ഇന്നായിരിക്കുമല്ലോ, അപ്പം എന്തായാലും 2 days കൺഫേം ചെയ്യണം, എന്നിട്ട് ഈ റോളിന് വേണ്ടി ഓഡിഷൻ ചെയ്ത ബാക്കി എല്ലാവരോടും നോന്നും പറയണം എന്ന് പറഞ്ഞു. പുള്ളി ഇതെന്ത് ഭയങ്കര വ്യക്തി. അപ്പൊ ഞാൻ പറഞ്ഞു അതല്ല, ബിക്കോസ് നമ്മൾ ഈ ഓഡീഷൻസിന് പോയിട്ട്, നിനക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും, ഓഡീഷൻസിന് പോയിട്ട് വിളിക്കാന്ന് പറയും, വിളിക്കൂല്ല, നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്ന് പറയേയില്ല. എന്നിട്ട് ഞാൻ പുള്ളിയോട് ചോദിച്ചു, സാർ ഇതിനു മുമ്പ് ഓഡിഷൻ ചെയ്തിട്ടുണ്ടോ ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട്? ആ ഉണ്ട്. അവരോട് പറഞ്ഞോ, എന്തായാലും എന്നെ കാസ്റ്റ് ചെയ്യുമല്ലോ, അപ്പൊ അവരോട് പറഞ്ഞോ എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഉങ്ങളെ കാസ്റ്റ് പണ്ണാന്ന് ഞാൻ ഡിസൈഡ് പണല, പിന്നെ അവരോട് പറഞ്ഞിട്ടുമില്ല എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഭയങ്കര മോശമാണ്,
സർ അത് ആസ് എ ഞങ്ങൾ ഇരുന്ന് കുറേ നേരം സംസാരിച്ച് ഞാൻ അത്രയും കംഫർട്ടബിൾ ആയി. എന്നിട്ട് ഞാൻ പറഞ്ഞു സർ യു ഷുഡ് ടെൽ ദം എന്നുള്ളത്. എന്നിട്ട് in 2 days I got a call ഒരു ലുക്ക് ടെസ്റ്റ്. ഓഡിഷൻ വന്നിട്ട് സാർ നീങ്ക ചെയ്ത് തപ്പ്. അല്ല പുള്ളി ചോദിച്ച വേറൊരു കാര്യം കറക്റ്റ് ആടാ. പുള്ളി പറഞ്ഞു IAS ഒക്കെ പഠിച്ച് ഇച്ചിരി ആറ്റിറ്റ്യൂഡ് ഉള്ള ആള് വേണമെന്ന് പറഞ്ഞത്. അവിടെ ഇരുന്ന് ആ ആളെ കറക്റ്റ് ചെയ്യുക. കാണാനും ലുക്കിലെന്നുള്ളൂ ഞാൻ ഭയങ്കര പഠിപ്പിച്ചിട്ട് പക്ഷെ എന്തോ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ പോകുമ്പം ഉച്ചയ്ക്ക് ഒരു 3 മണിക്ക് എങ്ങാനുമാണ് പുള്ളി വരുന്നത്. അതുവരെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ലഞ്ച് കഴിച്ചിട്ടില്ല. എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ പറ്റില്ല, ടെൻഷൻ കാരണം. അപ്പം ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് കഴിക്കാം. അപ്പം ഞാൻ പുള്ളി വന്നപ്പോൾ എഴുന്നേറ്റ് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ സാറിനോട് സംസാരിച്ചപ്പം പുള്ളി മറ്റേ സാധാരണ നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നില്ല, ഇങ്ങനെയാണ് സംസാരിച്ചത്. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഞാൻ മറ്റേ ഡയറക്ടറായിട്ടൊരു ഓഡീഷന് വന്നതാണെന്നോ അങ്ങനെയുള്ള കാര്യമൊക്കെ മാറി. നോർമലി വീട്ടിലൊക്കെ ആരൊക്കെ ഉണ്ട്, നാട്ടിലെവിടെയാണ്, ഇപ്പൊ പുള്ളി ബേസിക്കലി തമിഴൊക്കെ സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് ചെക്ക് ചെയ്താണ്. പക്ഷെ ഞാനതൊക്കെ മറന്നുപോയി. ഞാൻ മറ്റേ ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ എന്നാലും അങ്ങനെ ചെയ്യാൻ പാടുണ്ട്, ഓഡിഷന് വിളിച്ച ആൾക്കാരെ അത് പറയണ്ടേ ഇല്ലെങ്കിൽ അത് മാത്രമല്ല അത് പറഞ്ഞ സംഭവം ശരിയാ. അത്രയും വലിയ ഡയറക്ടർ പുള്ളിയുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ എന്നിട്ട് ഒരാൾ പറഞ്ഞേക്കണം. ഓഡിഷൻ അല്ല പോയിന്റ് മുമ്പേ ഓഡിഷൻ വിളിച്ച ആൾക്കാർ നോ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവരെ അറിയിച്ചിട്ടുണ്ടോ? ഇല്ല. അവരെ അറിയിക്കണം സാർ, ചെയ്ത തെറ്റാ. അല്ല അത് ആക്ച്വലി എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് നമ്മൾ ഉണ്ടോ ഇല്ലയോ ഇല്ലാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ നമ്മൾ മൂവ് ഓൺ ആവും. ഉണ്ടോ ഇല്ലയോ എന്നുള്ള പ്രതീക്ഷയിൽ വെയിറ്റ് ചെയ്യുന്നതാണ് ഭയങ്കര. അതെ ശരിയാ. എന്നിട്ട് ഇന്നാവുന്ന മൊമെന്റ് എങ്ങനെയായിരുന്നു? എന്നെ ഇങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പം വിളിച്ചിങ്ങനെ പറഞ്ഞു എന്താ ലുക്ക് ടെസ്റ്റിന് വരണമെന്ന്. അപ്പോൾ ലുക്ക് ടെസ്റ്റിന് പോകുമ്പോഴും എനിക്കറിയില്ല ഈ ലുക്ക് ടെസ്റ്റ് എന്നുള്ള വാക്ക് തമിഴിൽ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്യാരക്ടേഴ്സിനെയാണ് വിളിച്ച് ലുക്ക് ടെസ്റ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അന്ന് ലുക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും ഓഡീഷനോ അങ്ങനെ എന്തോ ആണെന്ന് വിചാരിച്ച് ഞാൻ പോയി. അവർ കോസ്റ്റ്യൂം തരുന്നു, കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് നോക്കി, ഓക്കെ വേറെ ഒന്നും പറയുന്നില്ല, ഓക്കെ കഴിഞ്ഞ് തിരിച്ചു. അപ്പോൾ ഞാൻ ആലോചിക്കും ഞാൻ ഉണ്ടോ ഇല്ലയോ എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം പ്രൊഡക്ഷൻ കൺട്രോളർ എങ്ങാനും വിളിച്ചിട്ട് ഇങ്ങനെ എന്താണ് ഇത്രയും ദിവസമാണ് ഷൂട്ട്, പേയ്മെന്റ് എങ്ങനെയാണ് എന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഞാൻ പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചു, കൺഗ്രാജുലേഷൻസ്. ഓക്കെ. അപ്പൊ ഞാനിങ്ങനെ എന്റെ അമ്മ വിജയ് സാറിന് വിജയ്